ശരിക്കും ഈ പറക്കുംതളിക എന്നൊക്കെ പറയുന്നത് ഉള്ള കാര്യമാണോ? ശാസ്ത്രം UFOനെ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യുന്ന രീതിയിലാണ് മലയാളം സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ശാസ്ത്രത്തെ ഇത്ര അധികം ഇഷ്ടപ്പെടുന്ന ഞാൻ ഈ പറഞ്ഞ UFOനെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്? എന്നോട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഇത്. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ എല്ലാവരും മനസ്സിലുള്ള ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടുത്തെ പ്രധാന വാദം എന്താ വെച്ചാൽ UFO എന്ന് പറയുന്ന സംഭവത്തിന് ശാസ്ത്രീയമായിട്ട് യാതൊരു എവിഡൻസും ഇല്ല. ശാസ്ത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ സയൻസിനെ വിശ്വസിക്കുന്ന ആൾക്കാർ UFO എന്ന് പറയുന്നത് ഒരു തള്ളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് തെളിവാണ്, എവിഡൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഗ്രൂപ്പ് സയന്റിസ്റ്റുമാർ ഒരു പാടത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ അവരുടെ കൈവശം ക്യാമറ ഇല്ല, ഫോണില്ല, ഒരു തരത്തിലുള്ള സംഭവമില്ല, ഈ പറഞ്ഞ പേനയില്ല, പേപ്പറില്ല, ഒന്നുമില്ല. അവർ ജസ്റ്റ് വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സയന്റിസ്റ്റുമാർ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുക അവരുടെ മുമ്പിൽ കൂടെ ഒരു പറക്കും തളിയ ഇങ്ങനെ പറന്നിങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പോട്ടെ, ഈ പറയുന്ന പറക്കും തളിയ അവരുടെ മുമ്പിൽ വന്നിങ്ങനെ ലാൻഡ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് അതിങ്ങനെ പറന്നു പോയെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവത്തെ എങ്ങനെയായിരിക്കും ശാസ്ത്രം നോക്കി കാണുന്നത്? കേൾക്കുമ്പോൾ വളരെയധികം ബാലിശമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നാം. പക്ഷേ ഇതാണ് ഒട്ടുമിക്ക UFO ഇൻസിഡൻസിന്റെ ബേസ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഡാറ്റ എന്ന് പറയുന്ന സംഭവം നമ്മൾ കളക്ട് ചെയ്തിട്ടേ ഇല്ല. അതായത് ആകെയുള്ള വിഷ്വൽ ഡാറ്റ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഡാറ്റ ആയിക്കോട്ടെ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലാണുള്ളത്. അപ്പോ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇവിടെ ശാസ്ത്രമാണല്ലേ UFOക്ക് തെളിവില്ല എന്ന് പറയുന്നത്. എന്നാൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ മിക്കവരുടെ മനസ്സിലേക്ക് വരിക UFO എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതോടെ തെളിയിക്കപ്പെട്ടു എന്നുള്ളതായിരിക്കും. പക്ഷെ അതങ്ങനെയല്ല. AARO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഓൾ ഡൊമെയിൻ അനോമലി റെസല്യൂഷൻ എന്നാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ പേര്. ഈ ഓർഗനൈസേഷന്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന UFOനെയൊക്കെ പഠിക്കുക, അതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടിങ്സ് എല്ലാം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് സബ്മിറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഇത് റിയൽ ആണോ, അത് ഫേക്ക് ആണോ എന്നൊക്കെ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരിക. അങ്ങനെ 2024 പകുതി വരെയുള്ള ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1650 ഡാറ്റ റിപ്പോർട്ടിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ വേറെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വെച്ചാൽ, ഈ പറഞ്ഞ റിപ്പോർട്ടിങ്സ് എല്ലാം ഈ നമ്മളെ പോലുള്ള സിവിലിയൻസോ അതോ സാധാരണ ആൾക്കാർ കണ്ട ഒരു റിപ്പോർട്ടിങ്സ് അല്ല. ഈ പറഞ്ഞ പൈലറ്റ്സ് ആയിക്കോട്ടെ, മിലിറ്ററി ഓഫീസേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒബ്സർവേഴ്സിന്റെ ടെസ്റ്റിമോണിയും റിപ്പോർട്ടൊക്കെയാണ് ശരിക്കും ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡാറ്റയാണ് 1650 എന്ന് ഞാൻ പറയുന്നത്. ഈ 1650 റിപ്പോർട്ടിൽ നിന്നും ഏകദേശം 757 റിപ്പോർട്ടിങ്സ് ഈ പറഞ്ഞ 2023 to 2024 ആ ഒരൊറ്റ വർഷം കൊണ്ട് മാത്രം കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടാണ്. അതിൽ നിന്ന് 118 റിപ്പോർട്ടുകൾ ഈ പറഞ്ഞ സാധാരണ ഒരു ഹോട്ട് എയർ ബലൂണോ അല്ലെങ്കിൽ പ്ലെയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ ഇങ്ങനെ കണ്ടിട്ട് അതിനെ UFO ആയിട്ട് തെറ്റിദ്ധരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് നിസ്സാരമായിട്ട് ഒരാൾ ജസ്റ്റ് ഒരു അതിന്റെ ഫുട്ടേജ് ഒക്കെ കണ്ടിട്ട് ഇതൊരു പ്ലെയിൻ ആണ്, ഇത് അങ്ങനെ ജസ്റ്റ് ഗസ് വർക്ക് മാത്രമല്ല, ഇത് വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ശാസ്ത്ര പഠനത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് 174 റിപ്പോർട്ടുകൾ കൺവെൻഷണൽ എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. 444 റിപ്പോർട്ടുകളായിക്കോട്ടെ, നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു എക്സ്പ്ലനേഷനും ഇല്ല, പക്ഷേ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാറ്റി വച്ചേക്കുകയാണ്. അത് മാറ്റിവെക്കാൻ കാരണം ഈ 444 റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റയില്ല. ചിലപ്പോൾ അതൊരു ഇമേജ് ആവാം, ചിലപ്പോൾ അതൊരു വീഡിയോ ആവാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ഇൻസഫിഷ്യന്റ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ 444-ൽ 22 കേസസ് വളരെയധികം അനോമലസ് ആണ്. അതായത് ഈ സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് എന്താണെന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ശാസ്ത്രം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ വളരെയധികം വേഗത്തിലായിരിക്കും പോകുന്നത്. അതായത് നമുക്കിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ടെക്നോളജിയേക്കാൾ വളരെയധികം വേഗത്തിലായിരിക്കും ഈ പറയുന്ന ഒബ്ജക്റ്റുകളൊക്കെ പോകുന്നത്. ചിലപ്പോൾ അതിങ്ങനെ അപ്രതീക്ഷിതമായി പോകുന്നുണ്ടാവും, ചിലപ്പോൾ അത് ഒരിടത്ത് ഇങ്ങനെ പ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും.
അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് ഈ പറയുന്ന 22 റിപ്പോർട്ടിങ്സിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 22 റിപ്പോർട്ടിങ്സിനെ ഫർദർ റിസർച്ച് വേണം, ഫർദർ ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ വെറുതെ എന്റെ വായന്നെടുത്ത് പറയുന്നതല്ല, കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്. ഇത് നാഷണൽ ലെവലിൽ ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു ചോദ്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന 22 റിപ്പോർട്ടിങ്സില്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത 22 സംഭവങ്ങളില്ലേ, അത് ഒരു ഏലിയൻ ആവാനുള്ള സാധ്യത എന്തോരം ഉണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. UFO എന്ന് പറയുന്ന സംഭവം ഒരു ഏലിയൻ ആവാനുള്ളതിന്റെ പ്രോബബിലിറ്റി അത് നോൺ സീറോ ആണ് ഇപ്പോഴും. അതായത് അത് ആവാതിരിക്കാം. ഇതിപ്പോ ഞാൻ പറയുന്നതല്ല, ഇവർ തന്നെയാണ് പറയുന്നത്. അതായത് ഇതൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ ആണോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ഇവർക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല. അതിനുള്ള ഒരു ഉത്തരം ഇവർക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇത് ആവാതിരിക്കാം. കാരണം ഇതെന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. ചിലപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ഒരു നേഷന്റെ ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു മിഷൻ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ B2 സ്റ്റെൽത്ത് ബോംബർ എന്നൊക്കെ പറയുന്ന ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള മിഷനൊക്കെ നമ്മുടെ ലോകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള ഒരു മിഷൻ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമല്ല ഒറ്റയ്ക്ക് എന്നുള്ളൊരു റിയലൈസേഷൻ കൂടിയുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യർ വന്നതിന് മുമ്പും ഈ ഭൂമി ഉണ്ടാവുന്നതിന് മുമ്പും വേറെ ജീവജാലങ്ങളും വേറെ സിവിലൈസേഷൻസും നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പറക്കം തളികിയ വേറൊരു ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് അത് ഒരു ഫിക്ഷൻ മാത്രമല്ല. അങ്ങനെയുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു നോൺ സീറോ പ്രോബബിലിറ്റി എന്നവർ പറയുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും. നമ്മുടെ ചാനലിലൂടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ശാസ്ത്രപരമായിട്ടുള്ള ടോപ്പിക്കും ഈ പറയുന്ന UFO പോലുള്ള ടോപ്പിക്കും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഒറിജിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു റിസർച്ചും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ പിരമിഡിനെ പറ്റിയിട്ടാണ്. പിരമിഡിനെ പറ്റി ഇപ്പോഴും പലർക്കും അറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ശരിക്കും ഇത് എങ്ങനെയാണ് പണിതത്, ഇത് ആരാണ് പണിതത്, ഇതിന് എത്ര വർഷം പഴക്കമുണ്ട്, ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു കറക്റ്റ് ഉത്തരം, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഉത്തരം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതേ ഉള്ളൂ. അതിനെ പറ്റിയിട്ട് യാതൊരു എവിഡൻസ് നമ്മുടെ കൈവശമില്ല. നമ്മുടെ കൈവശം ആകെയുള്ളത് അവിടുന്നും ഇവിടുന്നും കിട്ടിയ ചെറിയ ചെറിയ എവിഡൻസസ് മാത്രമാണ്. അതായത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് ശാസ്ത്രപരമായിട്ട് നമ്മളത് റെപ്ലിക്കേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ ഇൻ റിയാലിറ്റി അതൊന്നും ശരിക്കും നടന്നിട്ടില്ല. ഇതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എനിക്ക് ഈ പറയുന്ന ഈജിപ്റ്റ് പിരമിഡിന്റെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഗ്ലാസിനെ ഇതേപോലെ തന്നെ ആ കാലത്തെ ടെക്നോളജിയും ആ കാലത്തെ ടൂൾസും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഈ ഗ്ലാസ് എങ്ങനെ അവിടെ വന്നു, ഇത്തരം വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ആ ഒരു മിസ്റ്ററിയെ എനിക്ക് വേണമെങ്കിൽ ഡീബങ്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. അതായത് ഈ ഗ്ലാസ് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. പക്ഷേ ശാസ്ത്രം എന്താണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഇതൊന്നല്ല ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസിന്റെ ഏകദേശം രൂപമുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഇതാണെന്നാണ് അവരിങ്ങനെ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇതാണോ ശരിക്കും ഇത്? അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ശാസ്ത്രം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കൊണ്ട് അവര് ഇതിനെ ഡീബങ്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഇവര് പറയുന്നതല്ല, ഇവരും പറയുന്നില്ല ഇവരിത് ഡീബങ്ക് ചെയ്തു എന്ന്. ഇവര് ഈ ഒരു തിയറിയിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ ലോകം എങ്ങനെയാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്? ശാസ്ത്രം ഇതിനെ ഡീബങ്ക് ചെയ്തു എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ലോകം മുഴുവനും ഇതിനെല്ലാം നോക്കിക്കാണുന്നത്. അവിടെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം വരുന്നത്. പിരമിഡിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു കോർ സാമ്പിളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിന്റെ പേരാണ് Petri Core 7. ഇതെങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഈ ഒരു സാമ്പിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേ എന്നുള്ളതിന്റെ ഒരു ഉത്തരം ഇതുവരെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവര് ശാസ്ത്രപരമായിട്ടും എക്സ്പെരിമെന്റൽ ആർക്കിയോളജിയും എക്സ്പെരിമെന്റൽ സയൻസ് ഉപയോഗിച്ച് അതിനെ ഡീബങ്ക് ചെയ്തെടുത്തു എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ റിയാലിറ്റി എന്താ വെച്ചാൽ ഈ പറയുന്ന Petri Core 7 അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല എന്നെ. പക്ഷേ
അതിന് ചില ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഈ കോർ സാമ്പിളിന്റെ സൈഡിൽ ഒരു കോർ ലൈൻ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഉള്ളത് കൊണ്ടാണ് ഈ കോർ സാമ്പിൾ ഇത്ര അധികം ഡിബേറ്റബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ഈ സംഭവം വളരെയധികം ഡിബേറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇനി ഈ ഒരു സംഭവത്തെ ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ലൈനോടെ അതേ ക്യാരക്ടറിസ്റ്റിക്കോടെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയെങ്കിൽ നമുക്കതിനെ ഡീബങ്ക് ചെയ്തെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ ശാസ്ത്രം ഉപയോഗിച്ച് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. എക്സ്പെരിമെന്റൽ ആർക്കിയോളജി ഉപയോഗിച്ച്, അതായത് ആ കാലത്തെ ടൂൾസ് ഉപയോഗിച്ച് ഒരു ഗ്രാനൈറ്റിനെ അവരിങ്ങനെ തുരഞ്ഞെടുക്കാൻ നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയത് വേറൊരു റിസൾട്ട് ആയിരുന്നു. അതായത് ഈ പറയുന്ന സംഭവമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്ത ഒരു സ്പെസിമെൻ ആയിരുന്നു അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ഇല്ലേ, ഈ സംഭവമാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അവര് ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനത്തെ ഒരു സ്പെസിമിനാണ് അവർ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് പറയുകയാണ് ഇത് ഉണ്ടാക്കിയെടുത്തോണ്ട് ഇതിന് നമ്മൾ ഡീബങ്ക് ചെയ്തു എന്ന്. അതാണ് ശരിക്കും ഇപ്പൊ നടന്നിരിക്കുന്നത്. ഇപ്പോ ഈ ഒരു സംഭവത്തെ ഡീബങ്ക് ചെയ്യണമെങ്കിൽ ഇതേ സംഭവം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ? അതാണ് ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം. ഇതിപ്പോ ഞാനല്ല ചോദിക്കുന്നത്, ഇപ്പൊ മലയാളത്തിൽ ഞാൻ ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് കൊണ്ട് എന്നെ ആരും മോശക്കാരാക്കൊന്നും വേണ്ട, എന്നെ ആരും ഇങ്ങനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇത് ലോകോത്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെയാണ് പിരമിഡ് എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഇത്രയധികം പ്രിസിഷനോടെ പണി തീർക്കാൻ പറ്റിയത്. അതായത് നിങ്ങളിപ്പോ ഈ ഫോട്ടോ കാണുന്നത് പോലെ ഈ ആളുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ആ കല്ലിന്റെ വലിപ്പം എന്തോരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് എന്തോരം ഉണ്ടാവുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇനി ഇത്രയധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ കല്ലുകളെല്ലാം ഇത്ര അധികം അറേഞ്ച്മെന്റിൽ എങ്ങനെ വയ്ക്കാൻ പറ്റി എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അതിന്റെ ആ ഒരു പ്രൊസീജിയറിന്റെ ആ ഒരു എഞ്ചിനീയറിംഗിന്റെ ഡിഫിക്കൽട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ശരിക്കും ഞാനൊക്കെ ചോദിക്കുന്നത്. പക്ഷെ എടുത്ത് ആകെയുള്ള ആശ്വാസം എന്താ വെച്ചാൽ ഈ പറയുന്ന പിരമിഡ് എല്ലാം എങ്ങനെയാണ് പണി തീർത്തത് എന്നതിനെ പറ്റിയിട്ട് ഉള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഐഡിയ ഇവർക്കില്ല എന്നുള്ളൊരു കാര്യം ഇവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് എങ്ങനെയാണ് പണി തീർത്തതെന്നോ, ഈ പറഞ്ഞ പീട്രി കോർ 7 എങ്ങനെയാണോ വന്നത്, ഒരു ഡോർ ഹിഞ്ചിന്റെ അവിടെ, അതായത് ഇത്ര അധികം ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ എങ്ങനെയാണ് ഈ പറയുന്ന ദ്വാരങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തത് എന്നതിനെ പറ്റിയിട്ടൊന്നും ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല എന്നുള്ളൊരു കാര്യം ഇവർ തുറന്നു പറയുന്നുണ്ട്. ഇവരാകെ ഇവർക്ക് പറ്റാവുന്നത് പോലെ ഇതൊക്കെ തെളിയിക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഇത് അങ്ങനെയായിരിക്കാം, ഇത് ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ അവരിങ്ങനെ തെളിയിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് അത്രേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഇതൊന്നും ഒരിക്കലും ഡീബങ്ക്ഡ് ആയി എന്നല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ചോദ്യം ഞാനിപ്പോ ചോദിക്കാം. അതായത് ഇത് വളരെയധികം ചൈൽഡിഷ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കാം, വളരെയധികം ഫൂളിഷ് ആയിട്ട്, വളരെയധികം ഇഡിയോട്ടിക് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഇത് വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കാം. പിരമിഡിന്റെ മുമ്പിലേക്ക് ഒരു UFO വന്ന് ലാൻഡ് ചെയ്ത് നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വലിയൊരു പറക്കും തളിക വന്ന് ലാൻഡ് ചെയ്ത് നിങ്ങൾ വിചാരിക്കാം. അതിന്റെ അകത്തുനിന്ന് കുറെ ഏലിയൻസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു നിങ്ങൾ വിചാരിക്കാം. ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ മനുഷ്യരെടുത്ത്, അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് പറയുകയാണ് ഈ പറഞ്ഞ പിരമിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ ടെക്നോളജി ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ വന്ന് പറയുക എന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ സംഭവം അതിൻ്റെ അകത്തേക്ക് കയറി ഈ UFO അങ്ങോട്ട് പറന്നുപോയി. ഈ കേട്ടിരിക്കുന്ന ആൾക്കാർ മാത്രം ഈ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുകയുണ്ടായി. അവിടെയുള്ള ആൾക്കാർ മാത്രം ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായി. അവരുടെ കൂട്ടത്തിൽ 1-2 ശാസ്ത്രജ്ഞന്മാരും ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ നേരത്തെ പോലെ തന്നെ ഇവരിവിടെ ഫോട്ടോ എടുത്തിട്ടില്ല, ഈ പറയുന്ന പോലെ ഡ്രോയിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇവരാകെ കണ്ടേക്കുന്ന കാര്യം മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ശാസ്ത്രം എങ്ങനെയായിരിക്കും ഈ ഒരു ഇവന്റിനെ നേരിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നോക്കി കാണുന്നത്? അതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ഈ ലോകത്തിന് ശാസ്ത്രത്തിനും പൂർണ്ണമായിട്ട് അറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പറയുന്ന പറക്കുംതളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ കിട്ടി എന്നല്ലേ? ഒറ്റയടിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ഹ്യൂമാനിറ്റിയിൽ നിൽക്കുന്ന ആ ഒരു കൺഫ്യൂഷൻ അവിടെ കൊണ്ട് തീർന്നു എന്നല്ലേ? പക്ഷേ അതങ്ങനെയല്ല. ഇങ്ങനെ ഒരു ഇവന്റ് സംഭവിക്കുകയാണെങ്കിൽ ഇതിനെ ഒരു ഫാക്റ്റ് ആയിട്ട് ഒരിക്കലും ശാസ്ത്രം കൺസിഡർ ചെയ്യില്ല. പകരം ഇതിനെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടെസ്റ്റിമോണി മാത്രമായിട്ടാണ് ശാസ്ത്രം കൺസിഡർ ചെയ്യുള്ളൂ. അതായത് സയന്റിസ്റ്റുമാർ ഈ കണ്ടു നിന്നവരുടെ ടെസ്റ്റിമോണി മുഴുവനും ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിനെ ഒരു എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ക്ലെയിം ആയിട്ടായിരിക്കും ശാസ്ത്രജ്ഞന്മാർ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ശാസ്ത്രം ഇത് നടന്ന സംഭവമായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ഒരു ക്ലെയിം മാത്രമായിട്ടായിരിക്കും അവർ ഇതിനെ കൺസിഡർ ചെയ്യുക.
അതോടൊപ്പം തന്നെ ഈ കണ്ടുനിന്ന ആൾക്കാരുടെ ടെസ്റ്റിമോണിയിൽ നിന്ന് ഈ ഏലിയൻസ് കൊടുത്തിരിക്കുന്ന അവർക്ക് കുറെ അറിവുകളൊക്കെ ഇല്ല, അതൊക്കെ എങ്ങനെയാണ് പണിതെടുത്തെന്നുള്ള ഒരു അറിവില്ലേ, അതൊക്കെ ശാസ്ത്രജ്ഞന്മാർ ഒരു ഹൈപ്പോത്തിസിസ് പോലെ മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ പിരമിഡ് എല്ലാം പണിതീർക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം അവർ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇവർ ഈ പറയുന്ന മെത്തേഡുകൾ ഉപയോഗിച്ച് നേരത്തെ പോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും ആർക്കിയോളജിയും എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഈ പറഞ്ഞ കട്ടിങ് ടൂൾസ് ഒക്കെ അവരിങ്ങനെ ഉപയോഗിച്ച് തുടങ്ങും നിങ്ങൾ വിചാരിക്കാം. എന്നിട്ട് അവർക്ക് ഈ പറയുന്ന റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, ഈ സംഭവം അവിടെ നടന്നിട്ടില്ല എന്നായിരിക്കും ശാസ്ത്രം പറയുന്നതും ആർക്കിയോളജിയും പറയുന്നതും. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടു നിന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത്. അതായത് ശാസ്ത്രത്തിന്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, അത് കള്ളമാണ്. ശാസ്ത്രത്തിന് ഒരു സംഭവത്തെ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എവിഡൻസ് വേണം, തെളിവ് വേണം. തെളിവില്ലെങ്കിൽ ശാസ്ത്രം അവിടെ പറയുക ഇത് സയന്റിഫിക്കലി ഇറലവന്റ് ആണെന്നും സയന്റിഫിക്കലി ഇതിനെ വാലിഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷെ റിയാലിറ്റിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ഇവന്റ് ഇവരെല്ലാരും കണ്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും എന്ന് പറയുമ്പോൾ ഈ പിരമിഡിന്റെ അടുത്ത് നിന്നിരുന്ന എല്ലാവരും ഈ ഒരു സംഭവത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രം അവരാരെയും വിശ്വസിക്കില്ല. അവർക്ക് വേണ്ടത് തെളിവ് മാത്രമാണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ളതോ റിലയബിൾ ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാണ്ട് ഈ ഒരു കഥ ഒരു ക്ലെയിം മാത്രമായിട്ടായിരിക്കും ശാസ്ത്രം നോക്കിക്കാണുക. ഇവിടെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടെസ്റ്റിമോണീസ് ആയിക്കോട്ടെ ഒരു എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ക്ലെയിം ആയിട്ട് മാത്രമായിരിക്കും ശാസ്ത്രം നോക്കിക്കാണുന്നത്. ഏകദേശം ഇതേ ഉത്തരം തന്നെയാണ് മുമ്പത്തെ UFO കേസിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ കൂടെ ഒരു പറക്കന്തളിയെ വന്നിങ്ങനെ ലാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പറന്നു എന്ന് വിചാരിക്കുക. അവർക്ക് യാതൊരു രീതിയിലുള്ള ഡാറ്റയും കളക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ശാസ്ത്രം അതിനെ ഒരു എക്സ്ട്രോർഡിനറി ക്ലെയിം മാത്രമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അതായത് അങ്ങനത്തെ ഒരു ഇവന്റ് ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുമാരും ഒരു വെൽ റെപ്യൂട്ടഡ് ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുമാർ കണ്ടാൽ പോലും ശാസ്ത്രം അതിനെ വാലിഡേറ്റ് ചെയ്യില്ല. എക്സ്ട്രോർഡിനറി ക്ലെയിംസ് റിക്വയർ എക്സ്ട്രോർഡിനറി എവിഡൻസ് എന്നുള്ള ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. 2004 വെച്ച് സംഭവിച്ച USS നിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു UFO എൻകൗണ്ടറിനെ പറ്റിയിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് കയറി നോക്കാം. അതോടൊപ്പം തന്നെ 2016 ഗോ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു പെന്റഗൺ തന്നെ ഒഫീഷ്യലി റിലീസ് ചെയ്ത UFO ഫുട്ടേജ് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു സയന്റിഫിക് വാലിഡേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ലോകത്ത് നടന്നതാണ്. അത് വിറ്റ്നസ് ചെയ്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ ഈ പറയുന്ന എൻകൗണ്ടേഴ്സ് എല്ലാം വളരെയധികം ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാർ കണ്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ക്രെഡിബിൾ ടെസ്റ്റിമോണി മാത്രമായിട്ടാണ് ശാസ്ത്രം എടുത്തിരിക്കുന്നത്. പക്ഷെ ശാസ്ത്രത്തിന് ഇവിടെ പ്രത്യേകിച്ച് വേറെ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ അവർക്ക് വാലിഡേറ്റ് ചെയ്യാനും കഴിയുന്നില്ല. അതായത് ശാസ്ത്രം ഇത്തരം കേസുകളെല്ലാം വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് ഇത് തെളിയിക്കാൻ കഴിയില്ല. ഇത്തരം കേസുകളിൽ ശാസ്ത്രത്തിന് വേണ്ടത് തെളിവുകളാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ തെളിവുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് നമ്മുടെ കൺമുന്നിൽ കണ്ട ഒരു തെളിവിനെ തെളിവായിട്ട് ശാസ്ത്രത്തിന് കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? അപ്പോൾ ശാസ്ത്രത്തിന് വേണ്ടത് ഇൻസ്ട്രുമെന്റേഷൻ ഉപയോഗിച്ചിട്ടുള്ള തെളിവുകളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഫോൺ ഉപയോഗിച്ച് ഞാനൊരു വീഡിയോ എടുത്താൽ പോലും അത് ശാസ്ത്രത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ റേഡാർ അല്ലെങ്കിൽ റഡാർ ഡേറ്റ ആയിക്കോട്ടെ, സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡേറ്റ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിട്ടുള്ള ട്രേസസ് ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പറക്കും തളിയെ ഒരു അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പറന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് അവിടെ വന്ന് നിന്നതിനുള്ള അടയാളമൊക്കെ ഇല്ലേ, അതാണ് ഫിസിക്കൽ ട്രേസസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കിട്ടിയാൽ മാത്രമാണ് ശാസ്ത്രം ഒരു UFO എൻകൗണ്ടറിനെ അത് ഒരു UFO എൻകൗണ്ടർ ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ എവിഡൻസ് ആയിട്ടുള്ള ഈ പറയുന്ന ഇപ്പൊ പറക്കുന്തളിയെ ക്രാഷ് ലാൻഡ് ചെയ്ത ഒരു സ്ഥലത്തേക്ക് വീണോന്ന് വിചാരിക്കാം, അതൊരു ഫിസിക്കൽ എവിഡൻസ് അല്ലേ? അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശാസ്ത്രം അതിനെ വീണ്ടും കൺസിഡർ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമാണ് ശാസ്ത്രം സയന്റിഫിക്കലി വാലിഡേറ്റഡ് എന്ന് പറയുള്ളൂ. അതല്ലാത്തടത്തോളം കാലം ഇത് സയന്റിഫിക്കലി വാലിഡേറ്റഡ് അല്ല എന്നായിരിക്കും അവർ പറയാ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ്. ശാസ്ത്രം ഇവിടെ സയന്റിഫിക്കലി വാലിഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു ടൂളാണ്, ഒരു ഡിസിപ്ലിനാണ്. അപ്പോൾ ശാസ്ത്രത്തിന് ഒരു സംഭവത്തെ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് സയന്റിഫിക്കലി അക്യുറേറ്റ് എന്ന് പറയാൻ കഴിയുള്ളൂ.
ഞാൻ ഒരിക്കലും ശാസ്ത്രത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളല്ല, പകരം ഞാൻ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ്. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ എനിക്ക് ശാസ്ത്രത്തെ വളരെയധികം ഇഷ്ടമാണ്. ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന ആൾ ഈ പറഞ്ഞ UFO പിരമിഡ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതൊരു സ്യൂഡോ സയൻസ് ആവും എന്നുള്ളൊരു തിങ്കിങ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്, എസ്പെഷ്യലി മലയാളം കമ്മ്യൂണിറ്റിയിലുള്ളത്. അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ശാസ്ത്രം എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പോ എന്തുകൊണ്ടാണ് ഈ സയൻസ് ചാനലിൽ ഈ പറഞ്ഞ UFO പിരമിഡ് എന്നൊക്കെ പറയുന്ന ടോപ്പിക് ഒക്കെ ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ചോദിക്കുന്നു. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നല്ല, ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വളരെ പയ്യാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് തന്നെയാണ്. ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ UFOക്ക് എതിരെയാണ് എന്നുള്ളൊരു തിങ്കിങ് ആണ് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും 2026 അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് കാണുന്ന എല്ലാം സയൻസ് ആണ്, എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഈ പറഞ്ഞ പറക്കുന്തളികളായിക്കോട്ടെ, അതുപോലെ തന്നെ എന്തോ ശാസ്ത്രം ഉപയോഗിച്ച് പറക്കുന്ന ഒരു ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ UFO എന്ന് പറയുന്ന സംഭവം എനിക്ക് ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണത്. കാരണം നമ്മുടെ കൈവശമുള്ള ഫിസിക്സും അറിവും ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിഫിക് മിസ്റ്ററി തന്നെയാണ്. എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ, ചിലർക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങളിലും ഇവിടെ ഐ വിറ്റ്നസ് ആയിട്ടുള്ളത് മൾട്ടിപ്പിൾ ആൾക്കാരാണ്. ഇവിടെ ഒരാൾ കണ്ടതല്ല ഈ UFO. ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാരാണ് ഈ UFOനെ പറക്കുന്നതിനൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് എടുത്തൂടെ എന്നുള്ളൊരു സംശയം ചിലർക്കൊക്കെ ഉണ്ടായിരിക്കും. അവിടെയും ശാസ്ത്രത്തിന് ഒരു കുഴപ്പമുണ്ട്. ഹ്യൂമൻ വിഷൻ, അതായത് മനുഷ്യരുടെ കാഴ്ച ഇല്യൂഷനോട് വളരെയധികം പ്രോൺ ആണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതുകൊണ്ട് എന്താണ് ശാസ്ത്രം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇതിപ്പോ സയന്റിസ്റ്റ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവര് ഒരു UFOനെ തന്നെയാണ് കണ്ടത് എന്ന് എന്താണ് ഇത്ര ഉറപ്പ് എന്നാണ് ശാസ്ത്രം ചോദിക്കുന്നത്. അതിന്റെ പ്രധാന കാരണമാവട്ടെ ഹ്യൂമൻ വിഷൻ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആണ്. അതായത് കാണുന്ന കാഴ്ചയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന നമ്മുടെ തോന്നലൊക്കെ വരിക. അതോടൊപ്പം എക്സ്പ്ലനേഷൻ ബേസ്ഡും ഇമോഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ പറയുന്ന നമ്മുടെ വിഷനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സയൻസിന് കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഇത് ശാസ്ത്രപരമായിട്ട് തെളിഞ്ഞ ഒരു ഫാക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഇങ്ങനെയുള്ള ഇവന്റിനെ ഒരു വാക്ക് വെച്ച് വിളിക്കുന്നുണ്ട്. അതായത് മാസ് മിസ്ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ മാസ് ഇല്യൂഷൻ എന്നൊക്കെയാണ് ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത്. മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഈ ഒരു കാര്യം പല തവണയും പല രീതിയിലും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. ഇതിപ്പോ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു പറക്കും തളിയ വന്നിങ്ങനെ നിൽക്കുക എന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾ മാത്രമാണ് അത് കണ്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ആരുടെ അടുത്ത് എന്തൊക്കെ പോയി പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം തെളിവ് എവിടെ എന്നുള്ളൊരു ചോദ്യമായിരിക്കും അവിടെ നിൽക്കുന്നത്. UFO എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഏൻഷ്യന്റ് ആർക്കിയോളജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മുടെ ചാനൽ വളരെ ക്ലിയർ ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചാനൽ മിക്കവാറും മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.